കേരള സർവകലാശാലയിലെ അധികാര വടംവലിയിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന് വീണ്ടും തിരിച്ചടി. സസ്പെൻഷനിലായതിനാൽ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം തള്ളി കെ.എസ്. അനിൽകുമാർ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ ഓഫീസിലെത്തി. സർവകലാശാലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഹർജിയിൽ രൂക്ഷ വിമർശനവും ചോദ്യവും ഉന്നയിച്ച ഹൈക്കോടതി കേസിൽ തിങ്കളാഴ്ച സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് തടയാൻ വി.സി വീണ്ടും നിർദ്ദേശം നൽകിയത്. സെക്യൂരിറ്റി ഓഫീസറോട് ഡ്രൈവറിൽ നിന്ന് താക്കോൽ വാങ്ങിക്കാനും വാഹനം സർവകലാശാലയിൽ തന്നെ സൂക്ഷിക്കുവാനുമായിരുന്നു ബി.സിയുടെ നിർദ്ദേശം. വാഹനത്തിന്റെ താക്കോൽ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ മിനി കാപ്പൻ കൈവശം വയ്ക്കണമെന്നും വി.സി നിർദ്ദേശം നൽകി. എന്നാൽ വി.സി മോഹനൻ കുന്നുമ്മലിന്റെ നിർദ്ദേശങ്ങൾ സർവകലാശാല തള്ളി. ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ ഇന്നും ഓഫീസിലെത്തി. എനിക്ക് സ്വന്തമായ വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്. വൈസ് ചാൻസലർക്ക് സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങള്, ഇടത് വിദ്യാർത്ഥി സംഘടനകള്, യുവജന സംഘടനകള്, ഒപ്പം ഈ സർവകലാശാലയിലെ ചില യൂണിയൻ പ്രവർത്തകർ, ഇവരുടെ ഭീഷണിയിലും സമ്മർദ്ദത്തിലും സർവകലാശാലയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. ഈ ആവശ്യമുന്നയിച്ച് കോടതിയെ സമീപിച്ച ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗത്തോട് രൂക്ഷമായ ഭാഷയിലായിരുന്നു ഹൈക്കോടതിയുടെ പ്രതികരണം. പോലീസ് സംരക്ഷണത്തിന്റെ സാഹചര്യം എന്തെന്ന് കോടതി ചോദിച്ചു. എന്ത് ഭീഷണിയാണ് സിൻഡിക്കേറ്റ് അംഗം നേരിട്ടത്? ഭയമുണ്ടെന്ന കാരണത്താൽ മാത്രം പോലീസ് സംരക്ഷണം നൽകാനാവില്ല. സർവകലാശാലയിൽ സംഭവിച്ചതിനെക്കുറിച്ച് കോടതിക്കും ധാരണയുണ്ട്. പ്രശ്നമുണ്ടായ തീയതിയും സമയവും ഉൾപ്പെടെ അറിയിക്കുവാനും വിശദമായ സത്യവാങ്മൂലം തിങ്കളാഴ്ച നൽകുവാനും ഹൈക്കോടതി ഹർജിക്കാരനോട് ആവശ്യപ്പെട്ടു. സർവകലാശാലയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉടൻ വിതരണം ചെയ്യുമെന്നാവശ്യപ്പെട്ട് ഇന്ന് KSU പ്രതിഷേധിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.